ഞാൻ കൊല്ലക്കാരനാണല്ലോ, ഇപ്പം കൊച്ചിയിലൂടെ നിൽക്കുകയല്ലേ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് വിഷമം, ഒരു പരാതിയൊക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മുമ്പേല അന്നാണ് നമ്മൾ എന്നിട്ട് ധോണിയുടെ ആഡ് ചെയ്യുന്നത്. സുഭാഷ് ഏട്ടൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ധോണിയാണ്. ഞങ്ങളിങ്ങനെ കാണാൻ കൊതിച്ചിരുന്ന് ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് പരസ്യം ചെയ്തു. അത് കഴിഞ്ഞ് അത് ഞാൻ പരസ്യം നല്ല രസം, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഔട്ടറംഗം അങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ സുഭാഷ് ഏട്ടൻ യഥാർത്ഥത്തിൽ UK നിന്ന് ഇവിടെ വന്ന് നിന്ന് നോക്കി നടത്താനൊന്നും സമയമില്ല. അപ്പം നോക്കി നടത്തിക്കൊള്ളാന്നൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങളെല്ലാം കൂടി എൻ്റെ ബേസിലുണ്ട്. അങ്ങനെയാണ് ആക്ച്വലി കൊച്ചിയുടെ ഭാഗമാവാൻ ഞാൻ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് കൊല്ലത്തുള്ളവർക്ക് എന്നോട് വിരോധം തോന്നരുതെന്ന് ഞാൻ കൂട്ടത്തിലങ്ങ് പറഞ്ഞേക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഞാനിത് വിശ്വസിച്ചാണ് വന്നത്. നമുക്ക് അറിയില്ലായിരുന്നല്ലോ കൊല്ലം വരും. ഞാൻ പിന്നെ മാത്രമല്ല കൊല്ലത്തും അറിയാം, നമ്മുടെ പ്രഭുരാജൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വെൽക്കം. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ രണ്ടുപേരുടെ കളി ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് ഞാൻ കൊല്ലത്തിന് അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ഇത് പ്രധാനമായിട്ടും ഇങ്ങനൊരു പരിപാടി പുള്ളി തുടങ്ങാനും ഈവൻ കൊല്ലത്തിന് തുടങ്ങാനും എല്ലാവർക്കും ഒരൊറ്റ പ്ലാനേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് സച്ചിനും ധോണിയും ഒക്കെ നമ്മളറിയാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ലൈവ് മാച്ചസോ റെക്കോർഡിക്കലായിട്ടുള്ള മാച്ചസോ നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കാണാതെ പോയിട്ടുള്ളതുകൊണ്ടാണ് ഇവർക്കൊന്നും എളുപ്പത്തിൽ മുന്നിലേക്ക് എത്താൻ പറ്റാതെ പോയത്. പക്ഷേ ഇനി അങ്ങനൊരു അവസരം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്കിവിടെ എണ്ണിയെടുക്കുന്ന വളരെ കുറച്ച് ക്രിക്കറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നാഷണലൈസ് ശ്രദ്ധിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ സമയം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നത് ആക്ച്വലി ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല. ഈവൻ നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇനിയൊരു തലമുറ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം. IPL സഞ്ജുവിനെയും ബേസിലിനെയും സച്ചിൻ ബേബിയൊക്കെ പോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് വരണമെങ്കിൽ മത്സരം റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മത്സരം കളിക്കാനും. അപ്പോൾ ശ്രദ്ധിക്കുന്ന ആരാ? സ്റ്റാർ സ്പോർട്സിലൊരു മത്സരം ആയതുകൊണ്ട് തന്നെ ഇത് ലോകത്തിൻ്റെ കോണിലിരുന്ന് ലോകത്തിൻ്റെ എല്ലാ പ്ലേയേഴ്സും കാണുകയാണ്. അപ്പം ഒറ്റയടിക്ക് ഇവിടെ നിന്നൊരു കുട്ടിക്ക് അത്രയും എക്സ്പോഷർ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് മലയാളീസിനെ സപ്പോർട്ട് നമുക്കുണ്ടാവണം. അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഏത് അറ്റം വരെ പോകണോ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് KCLയിലേക്ക് കയറാൻ ഫോക്കസ് ചെയ്യും. അവിടെ നിന്ന് IPL എത്താൻ പറ്റും, അവിടെ നിന്ന് ഇന്ത്യൻ ടീമിൽ എത്താൻ പറ്റും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സരം പിന്നെ മാത്രമല്ല ഇപ്പോൾ IPL നമുക്ക് ഒരാളെ എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷേ KCLയിലേക്ക് കയറാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. കാര്യം നമ്മളെല്ലാം അവൈലബിളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ലീഗിലെ പ്രകടനങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് ഓരോ കുട്ടികൾക്കും 10 വയസ്സ് മുതൽ ഓരോ കുട്ടിക്കും ഇതിലേക്ക് കയറാനുള്ളൊരു വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സാധ്യതയാണ് തോന്നുന്നത്. അല്ല, അത് മാത്രമല്ല, ഉദാഹരണം പറയാം, നമ്മൾ ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞാലും ബേസിൻ്റെ കാര്യം പറഞ്ഞാലും അവരിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ ടീമിൽ നെക്സ്റ്റ് സെലക്ഷനിൽ അവർ കയറുക എന്നുള്ളതാണ്. അപ്പം മാക്സിമം വോയിസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് മലയാളികൾക്ക് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാനും നമ്മൾ ഉറക്കെ വിളിച്ച് പറയാനുള്ളൊരു അവസരമാണ്. അതായത് ലെറ്റ് ഇന്ത്യ, ലെറ്റ് ദ വേൾഡ് ഹിയർ ദാറ്റ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ് ആൻഡ് വി ആർ വെരി മച്ച് ഇൻ ടു ഇറ്റ് ആൻഡ് വി വോണ്ട് ടു പ്ലേ ഇൻ ഇന്ത്യ, വി വോണ്ട് ടു പ്ലേ IPL എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഉറക്കെ വിളിച്ച് പറയുക. അതിനുള്ളൊരു അവസരമാണ് ഇത്. അതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് സ്റ്റാർ സ്പോർട്സിൽ ഒരു ലൈവായിട്ട് വരുന്നൊരു മാച്ചാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 4 to 5 years എടുത്തു കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള ടീം സയ്യിദ് മുസ്താഖിലിൽ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽസ്, ക്വാർട്ടർ ഫൈനൽ എല്ലാ തവണയും സയ്യിദ് മുസ്താഖിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നുകൊണ്ട് മാത്രം തന്നെ നമ്മൾ സ്റ്റാർ സ്പോർട്സിൽ കേരളത്തിൻ്റെ ഈ ഒരു KCL വരുമ്പോൾ തന്നെ ഒരുപാട് IPL സ്ക്വാഡ്സ് നമ്മുടെ ഈ മാച്ചസ് കാണാൻ നമ്മൾ ഗ്രീൻഫീൽഡിലേക്ക് വരുന്നുണ്ട്. കാരണം പറയാം, നമ്മുടെ എതിർ ടീമിൽ നമ്മൾ സയ്യിദ് മുസ്താഖിലെ ടീമായിട്ട് പോകുമ്പോൾ എതിർ ടീമിനെ നമുക്ക് അറിയാൻ പറ്റും. കേരള ടീം വരുമ്പോൾ ഓക്കെ ഇവർ T20 ഇവർ നല്ല സൈഡാണെന്ന് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ അറിയാം. സോ നമ്മൾ എപ്പോഴും നല്ല T20 പ്ലേയേഴ്സ് കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ നല്ല മാച്ചസ് വരുമ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒരുപാട് IPL സ്ക്വാഡ്സ് വരും. അത് തന്നെ വലിയൊരു കാര്യമാണ്. ധോണിയെ അതിലൂടെ കൊണ്ടുവരുന്നാണ് പറയണത്. ഞാനോ ഒരു മലയാളിയാണ് ധോണിയുടെ കമ്പനിയുടെ ബ്രാൻഡ്, ധോണിയെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരുന്നു. പുള്ളിയെടുത്ത് പറഞ്ഞു കൊണ്ട് വരും.